ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ വീക്കെൻഡാണ്, സാറ്റർഡേ സൺഡേ നമുക്ക് ലീവാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ആസാമിലെ ട്രഡീഷണൽ രീതിയിലുള്ള ഫാം എങ്ങനെയിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻസ്, മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഇവിടെ ഫാം നിർമ്മിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ്, മെയിൻ ഗേറ്റ്. ബാമ്പു യൂസ് ചെയ്തിട്ട് തന്നെയാണ് മെയിൻ ഗേറ്റൊക്കെ. ഓക്കെ, ഇതിൻ്റെ ബൗണ്ടറി വാള് ഞാൻ മുന്നേ കാണിച്ചു തന്നതാണ്. കംപ്ലീറ്റ് അതും ബാമ്പു യൂസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. ഇതാണ് കേട്ടോ ഗേറ്റ്. എൻട്രൻസിൽ കയറിയാൽ ആദ്യം കാണുന്നത് ഈ പുള്ളിക്കാരനെയാണ്. നിങ്ങൾ കണ്ടു പരിചയമുണ്ടാവും. എൻ്റെ എല്ലാ വീഡിയോയിലും കാണുന്ന ഒരേ മുഖമാണ് ചോട്ടു. ഇത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. മുള കട്ട് ചെയ്ത് അതിൻ്റെ കട്ട് പീസസ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ 4 സൈഡും ബാമ്പു തന്നെ വരിക. ഇതിൻ്റെ ടോപ്പി ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള ലൈറ്റാണ് ഈ സംഭവം. ഇതിന് എയർ വെന്റിലേഷൻ, എയർ പാസേജിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഈ 4 വശത്തേക്കും ഇതാണ് ആടിന് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. ഇതാ അഗൈൻ ചോട്ടു. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ബാമ്പുവിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. അപ്പോൾ ഫാമിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും താഴെയുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു വാക്ക് വേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ശേഷം താഴെ ഒരു പോണ്ടും ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് ഫിഷിങ്, മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് ഉള്ളത്. മെയിൻ ഭാഗം എന്ന് പറയുന്നത് താഴെയാണ്. ചോട്ടു തോടാ ക്ലീൻ കീജാന. നമ്മൾ ഇതുവരെ താഴോട്ട് ഈ വഴി ഇറങ്ങിയിട്ടില്ല. സോ ചെറിയൊരു കണ്ടില്ലേ, മുളങ്കാട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജാ സക്ത ഹേ. तो പിടിച്ച് ശ്രദ്ധിച്ചിട്ട് ഇറങ്ങേണ്ടി വരും അമ്മേ. ये देखिए ना, कोई नीचे से कट करके रखा है बाम्बू का. ഇപ്പം വീണേനെ കേട്ടോ, देखे. അഭി ചോട്ടു ബി അതിസാഹസികമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഈ ഏരിയയൊക്കെ വൃത്തിയാക്കും. നല്ലൊരു വാക്ക് വേ ഉണ്ടാകും താഴേക്ക്. ഇവിടെ ഒരു ഐറ്റം ഉണ്ട്, കാണിച്ചു തരാം. ഞങ്ങളുടെ പണ്ട് കാലത്ത് ഒക്കെ ഉപയോഗിച്ചിരുന്നൊരു ഐറ്റമാണ് പമ്പിങ്. ചോട്ടു एक बार कीजिए ना पानी. देखिए ഇത് വർക്കിംഗ് अल्लाह ना തോന്നുന്നേ. वैसे इसका जो एक्चुअली ये यूज करते हैं, देखिए ना केबल पूरा केबल है और सप्लाई इसके अंदर, मतलब पावर से खींचता है ना पानी. हाँ तो प्रेशर से हो जाता है, क्योंकि इसके अंदर मतलब कि जो रबड़ का होता है इसमें खराब हो गया है. ഓക്കെ, പ്രഷർ नहीं बन रहा. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ വർക്കിംഗ് ആണ്, യൂസ് ചെയ്യുന്നത് തന്നെ തോന്നുന്നു. കാരണം കേബിള് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇതിൽ വെള്ളം കുറച്ച് നിറച്ചു കൊടുക്കണം. വെള്ളം നിറച്ചതിന് ശേഷം വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു റബ്ബർ ഗാസ്കറ്റ് ഉണ്ട്, അപ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംഭവം ഫങ്ഷനിങ് ആവും അല്ലേ. അപ്പോൾ ഈ സംഭവം അതാണ്. താഴെ കാണിച്ചു തരാം. താഴെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ നമ്മുടെ ഫ്രണ്ടിന് വേറെ കുറച്ച് പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോട്ട് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പൊട്ടിച്ച് गिर गया. आइए. हाँ नियर मिस.
ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ മേത്ത് തന്നെയാണ് എത്തിയത്. കമോൺ. സോ ഒരു ഇവിടെ വരെ വാട്ടർ ലെവൽ ഉണ്ട് കേട്ടോ. ഫിഷോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. നത്തിങ്. അപ്പോൾ ഇതൊക്കെ ഈ ഏരിയാസൊക്കെ ആളുടെയാണ്, ഫ്രണ്ടിൻ്റെ ആണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ആയുധം. ഉണ്ടോ, നല്ല അടിപൊളി ഒരു കുളമുണ്ട്. ഐ മീൻ ഫ്ലോട്ട് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഏകദേശം നല്ല ഏരിയ ഉണ്ടാവും. ये कितना एरिया होगा? 1 एकड़? 1 एकड़ नहीं, ये होगा लगभग 5 एकड़। 5 एकड़? 5 एकड़ सॉरी, हम लोग 5 बिस्सा बोलते हैं। ये होगा लगभग 2 एकड़। 2 एकड़? 2 एकड़ 2 ഏക്കർ 2 ഏക്കർ ഉള്ള തന്നെ മത്സ്യകൃഷിക്കൊക്കെ അടിപൊളിയാ. ഉണ്ടോ? ആ, ഈ വീഡിയോ കാണുന്ന പോലെയല്ല കേട്ടോ, ഇത് നല്ല രീതിയിലുണ്ട്. ലെങ്ത്തും വെഴുത്തും ഒക്കെ ഉണ്ട്. ആ ഫ്രോക്ക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. ബൈ ബൈ. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.